Hi everyone, welcome to today's English class. ആറാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആക്ടിവിറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ let's read this poem, The Mountain and the Squirrel carefully and record it and send to your teacher. So we can read this poem. The mountain and the squirrel had a quarrel, and the former called the latter Little Prig. Bun replied, "You are doubtless very big, but all sorts of things and weather must be taken in together to make up a year and a sphere. And I think it no disgrace to occupy my place. If I'm not so large as you are not so small as I, and not half so spry. I will not deny you make a very pretty squirrel track. Talents differ, all is well and wisely put. If I cannot carry forest on my back, neither can you crack a nut." Okay? The mountain. അപ്പോൾ ആരൊക്കെയാണ് ഇവിടെ quarrel ചെയ്യുന്നത്? The mountain and the squirrel അല്ലേ? Had a quarrel. Quarrel എന്ന് പറഞ്ഞാൽ വഴക്ക് കൂടുക അല്ലെ. And the former called the latter Little Prig. Former എന്ന് പറഞ്ഞാൽ mountain. Mountain called the squirrel Little Prig. Bun replied, "You are doubtless." നിങ്ങൾ വളരെ വലുതാണ്. But all sorts of things and weather must be taken in together to make up a year and a sphere. And I think it no disgrace to occupy my place. അപ്പോൾ സ്ക്വിറൽ പറയാണ്, "I am not so large as you are not small as I." നിങ്ങളുടെ അത്ര വലുതല്ല ഞാൻ എങ്കിലും എൻ്റെ അത്ര നിങ്ങൾ ചെറുതല്ലല്ലോ എന്ന് സ്ക്വിറൽ മൗണ്ടെയിനോട് പറയാണ്. "I will not deny you make a very pretty squirrel track. Talents differ." അപ്പൊ നമ്മുടെ ടാലൻസുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടാലൻസ് ഉണ്ടാവും, ഓരോ കഴിവുകൾ ഉണ്ടാവും. അത് നമ്മൾ നല്ല ബുദ്ധിപരമായിട്ട് അത് എന്ത് ചെയ്യാ, അതിനെ നേരിടുക. ഓക്കെ. "If I cannot carry forest on my back." എനിക്ക് ഫോറസ്റ്റ് എൻ്റെ ബാക്കിൽ കൊണ്ട് നടക്കാൻ പറ്റില്ല, എൻ്റെ പുറത്ത് വെച്ച് നടക്കാൻ പറ്റില്ല. "Neither can you crack a nut." ഓക്കെ, neither can you crack a nut. നിങ്ങൾക്ക് മൗണ്ടെയിനോട് പറയാണ്, നിങ്ങൾക്ക് ഒരു നട്ട് അല്ലെങ്കിൽ ഒരു ഇതുണ്ടല്ലോ, കാഷ്യൂ നട്ട്, അങ്ങനെ എന്തെങ്കിലും ഒരു നട്ട് പൊട്ടിക്കാനും പറ്റില്ല എന്ന് പറയാം. അപ്പോൾ സ്ക്വിറൽ പറയുന്നത് എല്ലാവർക്കും എന്തുണ്ട്, ടാലൻസ് ഉണ്ട് അല്ലെ. അവരുടേതായിട്ടുള്ള ടാലൻസ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഓരോരുത്തരും അവരുടെ ടാലൻസിനനുസരിച്ച് പ്രവർത്തിക്കണം എന്നാണ് സ്ക്വിറൽ പറയുന്നത്. ഓക്കെ. So you have read the given poem carefully. നമ്മൾ poem വായിച്ചു അല്ലേ. So let's find out the answers for the questions. Okay. The mountain and a squirrel had a എന്താണ്, ഫ്രണ്ട്ലി ഡിസ്കഷൻ ആണോ, ഫൈറ്റ് ആണോ, ക്വാറൽ ആണോ, ഡിസ്കഷൻ ആണോ, ഏതാണ്? യെസ്, ഇറ്റ്സ് എ ക്വാറൽ അല്ലേ. ദി മൗണ്ടെയിൻ called the squirrel Little Prig അല്ലേ. ലിറ്റിൽ പ്രിഗ് എന്നാണ് വിളിച്ചത്. നെയിം ലിറ്റിൽ പ്രിഗ് ഈസ് എ ഹ്യൂമിലിയേറ്റിംഗ് വൺ അല്ലെ, ഒരാളെ കളിയാക്കി പറയുന്നതാണ്. The nickname of squirrel is Bun. You are doubtless very big. Here the word you refers to the ആരെയാണ് പറയുന്നത്, mountain. The word latter refers to the ആരാണ് latter എന്ന് പറയുന്നത്, squirrel ആണ്. And the former called the latter Little Prig. Here former refers to mountain. Mountain ആണ് സ്ക്വിറലിനെ പ്രിഗ് എന്ന് വിളിച്ചത് അല്ലെ. Dash I think it no grace. Here the word I refers to the squirrel അല്ലെ. അത് ശരിയല്ല എന്ന് ആരാണ് പറയുന്നത്, സ്ക്വിറൽ ആണ് മൗണ്ടെയിനോട് പറയുന്നത്. The squirrel can, സ്ക്വിറലിന് എന്താണ് പറ്റുന്നത്, crack a nut. Okay, crack a nut. The phrase all is well and wisely put refers to the fact that God has put the right thing at the right place അല്ലെ. ഓരോരുത്തരുടെയും റൈറ്റ് തിങ് റൈറ്റ് പ്ലേസിലാണ് ഗോഡ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അല്ലെ. അടുത്തത് നോക്കാം. fill in the blanks, fill in the columns with appropriate expression given in the bracket. സ്ക്വിറലിന് എന്തൊക്കെയാണ് കഴിവുകൾ?
ഇറ്റ് ഈസ് വെരി സ്മോൾ അല്ലേ? പിന്നെ ക്രാക്ക് എ നട്ട്, ക്യാൻ ക്രാക്ക് എ നട്ട്. പക്ഷെ മൗണ്ടെയിനോ? മൗണ്ടെയിൻ എന്ന് പറയുന്നത് വെരി ബിഗ് ആണ്. പിന്നെ എന്താണ്? ക്യാൻ ക്യാരി ഫോറസ്റ്റ് ഓൺ ബാക്ക്. ഫോറസ്റ്റിനെ അതിന്റെ പുറത്ത് ക്യാരി ചെയ്യാൻ പറ്റും. അതായത് മരങ്ങളൊക്കെ അതിന്റെ മുകളിൽ വളരും എന്നർത്ഥം. സ്ക്വിരലിനാണെങ്കിലോ ക്യാൻ ക്രാക്ക് എ നട്ട് അല്ലേ? ഒരു നട്ട് കടിച്ചു പൊട്ടിക്കാൻ പറ്റും. പക്ഷെ അത് ഫോറസ്റ്റിന് മൗണ്ടെയിന് പറ്റുമോ? നോ, ഇറ്റ് കനോട്ട്. ഓക്കെ. സോ ഇന്നത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.